മറ്റു വാർത്തയിലേക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ. എൻഡിഎ യോഗവും ബിജെപി നിയമസഭാ കക്ഷി യോഗവും അന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ വകുപ്പുകൾ സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിൽ ശിവസേനയ്ക്ക് ക്യാബിനറ്റ് പദവിയും എൻസിപിക്ക് പ്രാതിനിധ്യവും ലഭിച്ചേക്കുമെന്നാണ് സൂചന. ആർ കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഏതായാലും മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. പക്ഷേ മറ്റു പല സമുദായങ്ങളും നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? മറ്റ് ഘടകകക്ഷികൾക്ക് കൂടുതൽ വകുപ്പുകൾ നൽകിക്കൊണ്ട്, കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാനാണോ ഇപ്പോൾ ബി.ജെ.പി ശ്രമം? ഇന്നലെ മഹായുതിയുടെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുമായും ഏക്നാഥ് ഷിൻഡെയുമായും അജിത് പവാറുമായും ദേവേന്ദ്ര ഫട്നാവിസുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും പ്രത്യേകമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ രൂപപ്പെട്ട പ്രധാനപ്പെട്ട ധാരണകൾ ഇതാണ്. മുഖ്യമന്ത്രിയായി ബി.ജെ.പിക്ക് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം. അത് ആര് എന്നുള്ളത് ബി.ജെ.പി തീരുമാനിക്കും. ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേരിന് തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത്. അതിൽ മാറ്റം വരാൻ ചില സാധ്യതകളൊക്കെ പറയുന്നെങ്കിലും മാറ്റം വരും എന്നുള്ള സൂചനകൾ ഏതെങ്കിലും ബി.ജെ.പി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് എവിടെ ഒന്നും പുറത്തു വന്നിട്ടില്ല. ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് ചാൻസ്. രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാവും. ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെയും, നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി മാറുന്നു. അജിത് പവാറും, നിലവിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ എൻസിപിയിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയാവുന്നു. ഇതാണ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കുന്ന ധാരണ. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആഭ്യന്തരവും നഗരവികസനവും വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഏക്നാഥ് ഷിൻഡെയും ശിവസേനയും. പക്ഷേ അതിൽ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന ബി.ജെ.പി ആവശ്യത്തിൽ ഇപ്പോൾ അംഗീകരിക്കാൻ ഏകദേശം ധാരണയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വകുപ്പുകളും, രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് നഗരവികസന വകുപ്പാണ്. ആ വകുപ്പ് ബി.ജെ.പി ഏറ്റെടുക്കുകയാണ്. ബി.ജെ.പിക്ക് ആ വകുപ്പ്. ഇത് രണ്ടും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പകരമായി ശിവസേനയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റിലേക്ക് ഒരു പദവി നൽകും. പ്രധാനപ്പെട്ട വകുപ്പോടുകൂടിയ ഒരു ക്യാബിനറ്റ് പദവി നൽകാം എന്നുള്ള ധാരണയിലെത്തിയിട്ടുണ്ട്. അജിത് പവാർ തുടക്കം മുതൽ തന്നെ ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒരു തരത്തിലുള്ള വിലപേശലിനും താനില്ല, ബി.ജെ.പി ആണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള നിലപാട് സ്വീകരിച്ച് ബി.ജെ.പിക്കൊപ്പം നിന്നു. ഒരു പരിധിവരെ ഷിൻഡെയുടെ വിലപേശലിന്റെ ശേഷി കുറച്ചത് അജിത് പവാറിന്റെ പിന്തുണയാണ്. ബി.ജെ.പിയും അജിത് പവാറും ചേർന്നാൽ തന്നെ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാനാവും. അതുകൊണ്ട് തന്നെയാണ് ഷിൻഡെയ്ക്ക് അങ്ങനെ ഒരു നിലവിൽ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് ലഭിച്ച വിജയമാണെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അത്തരമൊരു വാശിയിലേക്കോ ഭീഷണിയിലേക്കോ സമ്മർദ്ദത്തിലേക്കോ ഒക്കെ നീങ്ങാൻ കഴിയാതെ പോയത് അജിത് പവാറിന്റെ പിന്തുണ ബി.ജെ.പിക്ക് ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അജിത് പവാറിൽ നിന്നും മുതിർന്ന എൻ.സി.പിയുടെ നേതാവായ പ്രഫുൽ പട്ടേലിന്, മുൻ കേന്ദ്രമന്ത്രിയൊക്കെ യു.പി.യുടെ കാലത്തൊക്കെ പ്രധാനപ്പെട്ട വ്യോമയാന വകുപ്പ് പോലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിച്ചിരുന്ന പ്രഫുൽ പട്ടേലിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്ന കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം മറ്റ് വകുപ്പുകളുടെ വിഷയത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. ആ മറ്റു വകുപ്പുകളുടെ വിഷയത്തിൽ എൻ.സി.പിക്ക് ധനവകുപ്പ് തന്നെ നൽകാമെന്നതിൽ ധാരണയായിട്ടുണ്ട്. ശിവസേനയ്ക്ക് റവന്യൂവും PWD രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകാനും ധാരണയായിട്ടുണ്ട്. മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ മൂന്ന് നേതാക്കളും ഫട്നാവിസും അതോടൊപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും മുംബൈയിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ധാരണ. ഞായറാഴ്ചയാണ് ബി.ജെ.പി എം.എൽ.എമാരുടെ യോഗം ചേരുന്നത്. ബി.ജെ.പി എം.എൽ.എമാരുടെ യോഗത്തിൽ വെച്ച് ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കും. ആ നിയമസഭാ കക്ഷി നേതാവായിരിക്കും, ബി.ജെ.പിയുടെ നേതാവായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അത് ഫട്നാവിസിന്റെ പേരിൽ തന്നെയാണ് ദേശീയ നേതൃത്വമടക്കം നിൽക്കുന്നത്. അതിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. ബി.ജെ.പി ആണ്. പൂർണ്ണമായും നമുക്കത് തള്ളിക്കളയാനാവില്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളും പുറത്തു വരുന്ന സൂചനകളും എല്ലാം അനുസരിച്ച് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആവാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം മഹായുതി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. മഹായുതി നേതാക്കളുടെ യോഗത്തിന് ശേഷമാവും ഔദ്യോഗികമായി ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറിനെയും പ്രഖ്യാപിക്കുക. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു.